വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം അഗെയിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ബുക്ക് വാല്യൂ എന്നാൽ എന്ത്, EPS എന്നാൽ എന്ത്, മാർക്കറ്റ് ക്യാപ്പ് എന്നാൽ എന്ത്, ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ അനാലിസിസിന്റെ കീ പോയിന്റ്സ് നമ്മൾ പഠിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രീവിയസ് ചാപ്റ്റേഴ്സ് കാണാത്തവർ, പഠിക്കാത്തവർ ഉറപ്പായിട്ടും അത് പോയി പഠിച്ചിട്ട് വന്നതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻ ദ മിഡിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ദയവ് ചെയ്ത് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് സമയമെടുത്ത് നിങ്ങൾ ഈ കോഴ്സ്, ഇതൊരു കോഴ്സാണ്, ഫ്രീ ആണ്. പക്ഷേ ആ ഒരു ഫ്രീ എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് കാശുകൾ കൊടുത്ത് പല പല കോഴ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ നല്ലത് തന്നെ, അതിലൊന്നും മോശം ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കാശൊന്നും മുടക്കാതെ ഫ്രീ ആയിട്ട് കുറച്ച് സമയം പേഷ്യൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിജയം നേടാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ഒരു കൺസിസ്റ്റന്റ് ട്രേഡറായിട്ട് മാറണം. കൺസിസ്റ്റന്റ് ലാഭം ഉണ്ടാക്കണം എന്നൊക്കെ രണ്ടാമത്. നല്ലൊരു ട്രേഡറായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഐ ബട്ടണിൽ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റ് നിങ്ങളത് തീർച്ചയായിട്ടും പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ തീർച്ചയായിട്ടും പഴയ കാര്യങ്ങൾ, പഴയ ചാപ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വരാവൂ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. സോ അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ SIP ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈല്, നിങ്ങളുടെ ഗോൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഏത് ഫണ്ട് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കി നല്ല ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ എല്ലാവരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതിന് വേണ്ടുന്ന ആസ് എ രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും നേരത്തെ തന്നെ നിങ്ങൾ ഇത്തരം ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു കാരണവശാലും നിങ്ങൾ മാറ്റിവെക്കരുത്. എന്നെ ബന്ധപ്പെടുക. ഞാൻ 1-to-1 നമ്മളെ കമ്മ്യൂണിക്കേഷൻ വഴി, നമുക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് വഴി നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു തരാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. സോ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താണ്? ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കമ്പനി റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഏത് രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇയർ എന്നാൽ എന്ത് എന്നുള്ളത് നമുക്ക് അറിയണം. അത് ഒത്തിരി പേർക്ക് അറിയാം. ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും മാർച്ച് 31 അവസാനിച്ചിട്ട് ഏപ്രിൽ 1 മുതൽ ആരംഭിച്ച് അതിൻ്റെ അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്ന ഒരു വർഷത്തെ പീരിയഡ്, ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനത്തെ 12 മാസം, ഏപ്രിൽ മുതൽ മാർച്ച്, നെക്സ്റ്റ് ഇയർ മാർച്ച് വരെ അവസാനിക്കുന്ന 12 മാസത്തെയാണ് നമ്മൾ ഇവിടുത്തെ റിസൾട്ട് ടോട്ടൽ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, 12 months പീരിയഡ് നോട്ട് ചെയ്തോളൂ. 12 മാസം സ്റ്റാർട്ടിങ് ഫ്രം ഏപ്രിൽ 1 ടു നെക്സ്റ്റ് ഇയർ മാർച്ച് 31. ഓക്കെ, പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാർട്ടർലി 12 മാസത്തെ നമ്മൾ ക്വാർട്ടർലി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ 3 മാസം കൂടുമ്പോഴും എന്നർത്ഥം. അപ്പൊ ഓരോ 3 മാസം കൂടുമ്പോഴും എന്ന് പറഞ്ഞാൽ അപ്പൊ ഫസ്റ്റ് ക്വാർട്ടർ, അപ്പൊ ക്വാർട്ടർ Q1, Q2, Q3, Q4, അങ്ങനെ Q1 റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ശരിക്കും നമുക്ക് ഒരു റിസൾട്ട് സീസണിൽ ഒരു റിസൾട്ട് വരുന്നു, റിലയൻസിന്റെ റിസൾട്ട് വരുന്നു, TCSന്റെ റിസൾട്ട് വരുന്നു, ഇൻഫോസിസിന്റെ റിസൾട്ട് വരുന്നു. അങ്ങനെ ഏതൊക്കെ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ മാർക്കറ്റിൽ, ആ കമ്പനീസിന്റെ എല്ലാ കമ്പനീസും ഓരോ 3 മാസം കൂടുമ്പോഴും മസ്റ്റായിട്ട് എന്ത് വേണം? ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട്, അവരുടെ പ്രവർത്തന റിപ്പോർട്ട്, ലാഭമുണ്ടാക്കിയോ ആ ഒരു കാലയളവിൽ, 3 മാസത്തെ കാലയളവിൽ അവർ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, സെയിൽസ് കൂടിയിട്ടുണ്ടോ സെയിൽസ് കുറഞ്ഞിട്ടുണ്ടോ, കടം കൂടിയോ കടം കുറഞ്ഞുവോ, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അവരൊക്കെ മ്യൂച്വൽ ഫണ്ടുകാര്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആരെങ്കിലും അവരുടെ ഈ കമ്പനിയുടെ പർട്ടിക്കുലർ ഷെയർസിൽ എന്തെങ്കിലും
എന്തെങ്കിലും മാറ്റം വരുത്തിയോ, അവരുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഈ കമ്പനി നടത്തിപ്പുകാരെന്തെങ്കിലും ഷെയർസ് വിറ്റുവോ വാങ്ങിയോ, അത് എന്താ പറയാ വല്ല പ്ലഡ്ജ് ചെയ്തുവോ, ഇത്തരത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾക്ക് ഓരോ 3 മാസം കൂടുന്തോറും കമ്പനി മസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം അവരുടെ വെബ്സൈറ്റിലും. അതേമാതിരി നമുക്ക് പല റിസോഴ്സസ് വഴി നമുക്ക് അത് എന്താ പറയാ ഷെയർ ഹോൾഡേഴ്സിലേക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നത് ഒരു എന്താ പറയാ മസ്റ്റ് മാൻഡേറ്ററി റൂൾ ആണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 ഈസ് ഈക്വൽ ടു ഏപ്രിൽ മെയ് ജൂൺ. Q1 ഈസ് ഈക്വൽ ടു ഏപ്രിൽ മെയ് ജൂൺ. Q2 ഈസ് ഈക്വൽ ടു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. Q2 ഈസ് ഈക്വൽ ടു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പൊ Q3 ഏതാണ്? ഒക്ടോബർ നവംബർ ഡിസംബർ. ഒക്ടോബർ നവംബർ ഡിസംബർ ഏതാണ്? Q3. അപ്പൊ Q4 ഏതാണ്? ജനുവരി ഫെബ്രുവരി മാർച്ച്. ഈ മാർച്ച്. അപ്പൊ ഓരോ ക്വാർട്ടറില്, അപ്പൊ ക്വാർട്ടർ റിസൾട്ട്സ് എന്ന് പറയുന്നത് Q1 എന്ന് പറയുമ്പോൾ നമുക്ക് പലതിലും വായിക്കാൻ കഴിയും. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ക്വാർട്ടേഴ്സ് ഇവിടെ ക്വാർട്ടർലി റിസൾട്ട്സ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞു ഏപ്രിൽ മുതൽ ആരംഭിക്കും. ഏപ്രിൽ മെയ് ജൂൺ ഒരു വർഷത്തില് ഫസ്റ്റ് ക്വാർട്ടർ Q1 എന്ന് പറയുന്നത് ഏതാണ്? ജൂൺ. ഓക്കെ, അപ്പൊ ജൂണിലാണ് Q1. അത് ഏതൊക്കെ ആ മാസങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു? ഏപ്രിൽ മെയ് ജൂൺ. ഈ 3 മാസത്തെ റിസൾട്ട് ജൂൺ അവസാനിക്കുന്നത് വരെ, 3 മാസം അവസാനിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അടുത്ത് വരാൻ പോകുന്ന ജൂൺ കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെ? ഇതിനുള്ളില് അത് ചിലപ്പോ ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിരിക്കാം, ജൂലൈ എൻഡിലായിരിക്കാം, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലോ ഏതെങ്കിലും ഒരു പീരിയഡില്. അതിന് അവർക്ക് റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടില്ല ഇതുവരെ. പക്ഷെ ആസ് ഓഫ് നൗ വലിയ സ്റ്റാൻഡേർഡ് കമ്പനീസ് എല്ലാം ഇപ്പൊ ഒരു ക്വാർട്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള 3 മാസത്തെ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവര് ജൂലൈയിലോ ഓഗസ്റ്റിനുള്ളിൽ തന്നെ അവര് എന്ത് ചെയ്തിരിക്കും? പബ്ലിഷ് ചെയ്തിരിക്കും. അത് എങ്ങനെയാണ് നമുക്ക് വായിക്കും? നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കൂ. സെപ്റ്റംബർ 2022 മുതൽ നമുക്ക് നോക്കാം. ആദ്യത്തത് ഇവിടെ ഇത് വിട്ടിട്ട് നമുക്ക് ഇവിടെ തുടങ്ങാം. ജൂൺ. എന്തുകൊണ്ടാ? മാർച്ച് 2023 എന്ന് പറയുന്നത് അതിന്റെ മുന്നത്തെ ക്വാർട്ടറിലാണ്. മുന്നത്തെ ഇയർ അക്കൗണ്ടിങ് ഇയർ ആണ്. അടുത്ത് 2023 Q1 എന്ന് പറഞ്ഞാൽ എവിടെ ആരംഭിക്കും? അത് ജൂണിൽ ആരംഭിക്കും. എങ്ങനെയാണ്? മാർച്ച് കഴിഞ്ഞാൽ അടുത്ത് ഏതാണ്? ഏപ്രിൽ മെയ് ജൂൺ. അപ്പൊ ജൂൺ വരെ അവസാനത്തെ മാസത്തെ മാത്രമേ അത് പേര് അവിടെ കൊടുക്കത്തുള്ളൂ. ജൂൺ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? അതും ജൂൺ ഉൾപ്പെടെയുള്ള അതിന് മുന്നത്തെ 2 ക്വാർട്ടറും കൂടെ ചേർത്തിട്ടുള്ള. ഓക്കെ, അപ്പൊ ജൂൺ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ. അത് കഴിഞ്ഞിട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. അവസാനത്തെ സെപ്റ്റംബർ ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, സെപ്റ്റംബർ 23. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ. ഇവിടെ നോക്കൂ, ഡിസംബർ 23. അത് കഴിഞ്ഞിട്ട് ഏതാ? ജനുവരി ഫെബ്രുവരി മാർച്ച്. മാർച്ച് 2024. പക്ഷെ ഈ 2024 ആണെങ്കിലും അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എവിടെയാണ്? ഇവിടെ ജൂൺ മുതൽ ഈ 4 ക്വാർട്ടറിനെയാണ് ഒരു അക്കൗണ്ടിങ് ഇയർ ക്വാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ജൂൺ ക്വാർട്ടർ ഫസ്റ്റ് Q1 ഈസ് ഈക്വൽ ടു ജൂൺ, Q2 ഈസ് ഈക്വൽ ടു സെപ്റ്റംബർ, ആൻഡ് Q3 ഈസ് ഈക്വൽ ടു ഡിസംബർ, Q4 ഈസ് ഈക്വൽ ടു മാർച്ച്. ഓക്കെ, ഈ 4 ക്വാർട്ടേഴ്സിലും ഓരോ ക്വാർട്ടറിലും ഉണ്ടാകുന്ന എന്താ പറയുക അവരുടെ സെയിൽസ്, അതിലുണ്ടാക്കുന്ന പ്രോഫിറ്റ്, ആ 4 ക്വാർട്ടറും കൂടെ കമ്പൈൻ ചെയ്ത് ടോട്ടൽ ഏർണിങ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു EPS, അതിന് മുന്നത്തെ ക്ലാസ്സിലാണ് തോന്നുന്നു EPS പറ്റി പഠിച്ചു, ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ മാർച്ച് 2024 EPS എത്രയായിരിക്കും? അതിന് താഴെ തന്നെ TTM EPS എന്നും കൂടെ കാണും. ട്രെയിലിംഗ് 12 months. അതിനർത്ഥം എന്താണ്? അത് ഈ 2024 മാർച്ച് നിങ്ങൾ ഇവിടെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്ന 2024 മാർച്ചില് TTM ഇത്ര രൂപ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അതേമാതിരി കഴിഞ്ഞ 2023 മാർച്ച് മുതൽ 24 മാർച്ച് വരെയുള്ള ഏർണിങ്സ്. അങ്ങനെയാണെങ്കിൽ ജൂണിലും കാണിക്കും ഒരു TTM. അത് തൊട്ടടുത്ത് വരുമ്പോൾ EPS-ഉം കാണിക്കും, TTM EPS-ഉം കാണിക്കും. അതിനർത്ഥം എന്താണ്? 2023 ജൂൺ മുതൽ 24 ജൂൺ വരെയുള്ള ഏർണിങ്സ്.
കാരണം ഓരോ ക്വാർട്ടർ എന്ന് പറയുന്നത് അതിന്റെ പ്രീവിയസ് ക്വാർട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷമായില്ലേ. അതിനാണ് ട്രെയിലിംഗ് 12 months EPS എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് പറഞ്ഞാല് പലതിലും TTM EPS എന്നൊക്കെ കാണും. അപ്പൊ അത് എന്താണ് ഈ TTM? ട്രെയിലിംഗ് 12 months. ട്രെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നാലെ സഞ്ചരിക്കുന്നു എന്നർത്ഥം. കഴിഞ്ഞ 12 മാസം പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ടോട്ടൽ 12 മാസത്തെ വരുമാനം എത്ര, അതിൽ നിന്നും കഴിഞ്ഞ ക്വാർട്ടറിലെ വരുമാനം എത്ര. വരുമാനം ചിലപ്പോൾ മൈനസിൽ പോകാം, ചിലപ്പോൾ പ്ലസിൽ പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഓരോ ക്വാർട്ടറിലും അതിന്റെ റിസൾട്ട് ബേസിസിൽ സ്റ്റോക്സിന്റെ പുറത്ത് ഷെയർ മാർക്കറ്റിൽ വലിയ തരത്തിലുള്ള അപ്സൈഡോ ഡൗൺ സൈഡോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇനി വഴിയെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഓരോ സിറ്റുവേഷൻസിലും നമുക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഓരോ ക്വാർട്ടറിലും ആ കമ്പനിയുടെ എന്താ പറയുക പെർഫോമൻസ്, അതിപ്പോൾ പ്രോഫിറ്റ് ആയിക്കോട്ടെ, സെയിൽസ് പരമായിട്ടുള്ള ഇതായിക്കോട്ടെ, ടോട്ടൽ കഴിഞ്ഞ ഒരു 12 മാസത്തെ അവരുടെ ഏർണിങ്സ് അത് എത്രയാണോ അത് ആ ക്വാർട്ടർ മുതൽ കഴിഞ്ഞ അതേ മാസത്തെ അതേ വർഷത്തെ കഴിഞ്ഞ ക്വാർട്ടർ മുതൽ ഈ ക്വാർട്ടർ വരെയുള്ള ഏർണിങ്സ് എത്രയാണെന്ന് കമ്പയർ ചെയ്യും. കഴിഞ്ഞ ക്വാർട്ടർ കമ്പയർ ചെയ്യും, കഴിഞ്ഞ ക്വാർട്ടറും അതിന് മുന്നത്തെ ക്വാർട്ടറും. അതായത് ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇപ്പൊ നോക്കൂ, സെപ്റ്റംബർ 2025 ഇവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സെപ്റ്റംബർ 2025 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ക്വാർട്ടർ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഇതിപ്പോ ഡിസംബറിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഡിസംബർ കഴിഞ്ഞ് ജനുവരി 1 ആവുമ്പോഴേക്കും പിന്നെ അടുത്ത ക്വാർട്ടർ വരുന്ന ഏതായിരിക്കും? ഡിസംബർ ക്വാർട്ടർ വരും. ഓക്കെ, സോ ഇപ്പൊ അവൈലബിൾ ലേറ്റസ്റ്റ് ക്വാർട്ടർ എന്ന് നിങ്ങൾ ഇവിടെ ലേറ്റസ്റ്റ് ക്വാർട്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നോക്കൂ, ഇവിടെ എന്താ ഞാൻ കാണുന്നത്? EPS ലേറ്റസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളിപ്പോ ഡിസംബറിൽ നിൽക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ലേറ്റസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യം എന്താണ്? ഡിസംബറിൽ എന്തായാലും റിലീസ് ഉണ്ടാകും. അപ്പൊ ഏറ്റവും ഏർലിയർ ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ക്വാർട്ടർ ഏതാണ്? അത് ഇതാണ്. നോക്കൂ, ക്വാർട്ടർലി നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ അല്ലേ? കാരണം സെപ്റ്റംബർ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞതിന് ശേഷമല്ലേ? സെപ്റ്റംബറിൽ അവസാനിച്ചു, അത് കഴിഞ്ഞ് ഒക്ടോബർ പെർഫോമൻസ്, നവംബർ പെർഫോമൻസ്, ഡിസംബർ മുഴുവനും പെർഫോമൻസ്, 31-ാം തീയതി വരെയുള്ള പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ കമ്പനി പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ മെക്കാനിസം. അപ്പൊ നമ്മൾ ഇപ്പോ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ നമ്മുടെ ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ ക്വാർട്ടർലി റിസൾട്ട് എന്ന് പറയുന്നത് ഏതാണ്? EPS ലേറ്റസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഡിസംബറിൽ നിൽക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ക്വാർട്ടർ. അത് കഴിഞ്ഞിട്ടോ EPS പ്രീവിയസ് ക്വാർട്ടർ എന്നൊരു സംഭവം ഉണ്ടാവും. അതായത് എന്താ പറയാ, ഇപ്പൊ ലേറ്റസ്റ്റ് ക്വാർട്ടർ മാത്രമേ ഉള്ളൂ. ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിത് ഇതിൽ നോക്കിക്കഴിഞ്ഞാല് ഇതിപ്പോ സെപ്റ്റംബർ ക്വാർട്ടർ, അതിന് മുന്നത്തെ ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലോ, നോക്കൂ, ഇത് എക്സാമ്പിൾ നോക്കൂ. ഇതെന്താ കൊടുത്ത് ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഓരോ ക്വാർട്ടർ വൈസും കമ്പനിയുടെ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റില് അവരുടെ സെയിൽസ്, ഈ ഒരു കമ്പനിയുടെ സെയിൽസിൽ നിന്നും എന്താ സെയിൽസ് 799 കാണിച്ചിരിക്കുന്നു. കണ്ടോ, 799 എന്താണ്? ഈ 799 799 കോടി രൂപയ്ക്ക് അവർക്ക് സെയിൽസ് നടത്തി എന്നർത്ഥം. അതിന് തൊട്ട് മുന്നത്തെ ക്വാർട്ടറിൽ അവർ എത്ര നടത്തി? 679 കോടിക്ക് സെയിൽസ് നടത്തി. അപ്പൊ ഇതും തമ്മിൽ നോക്കുമ്പോൾ സെയിൽസ് വർദ്ധിച്ചു. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത്? എക്സ്പെൻസസ് നോക്കൂ, തൊട്ടടുത്ത ഫീൽഡിൽ എക്സ്പെൻസസ് കാണാം. എക്സ്പെൻസസ് 725 കോടിയായിട്ട് മാറി. അത് പ്ലസ് എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് സൈഡാണ് അല്ലെ? ചെലവെന്ന് പറയുമ്പോൾ നമ്മുടെ വരുമാനമല്ല, അത് ചെലവഴിക്കുന്നതാണ്. 799 രൂപ അവർക്ക് സെയിൽസ് നടത്തി. എക്സ്പെൻഡിച്ചർ അവർക്ക് എത്രയായി? 725 കോടി എക്സ്പെൻഡിച്ചർ ആയി. അതിന് തൊട്ട് മുന്നത്തെ ക്വാർട്ടറിൽ എത്രയാ? 615 കോടി എക്സ്പെൻഡിച്ചറേ വന്നുള്ളൂ. പക്ഷെ ഇത്തവണ അവർക്ക് 725 കോടിയായി. ഇനി അടുത്ത ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രവർത്തനത്തിൽ നിന്ന്, അതായത് 100 രൂപയ്ക്ക് അവർ കച്ചവടം നടത്തി എന്ന് വെച്ചോളൂ. 100 രൂപ കച്ചവടം നടത്തി.
100 രൂപയിൽ നിന്നും അവർക്ക് 10 രൂപ ലാഭം കിട്ടിയെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കച്ചവടം നടത്തിയതിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ നിന്നും മാത്രം ലഭിച്ച വരുമാനം ഓപ്പറേഷൻസിലൂടെ, ഓക്കെ, ഓപ്പറേഷൻസിലൂടെ മാത്രം. സപ്പോസ് ഒരു ഹോട്ടലിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഹോട്ടല് ദിനം പ്രതി ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അത് സെല്ല് ചെയ്ത് അതിൽ നിന്നും ലഭിക്കുന്ന കാശും, അതേ ഹോട്ടലില് കുറെ എന്താ പറയാ പഴയ കസേര മേശ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം അത് പുതുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവതിനെ അവർ സെല്ല് ചെയ്തു എന്ന് വെച്ചോളൂ, സ്ക്രാപ്പിലേക്ക് വിറ്റു, അതിൽ നിന്നും ഒരു വരുമാനം കിട്ടും. പക്ഷെ അതിനെ ഒരിക്കലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ദാറ്റ്സ് കോൾഡ് ദാറ്റ് സെപ്പറേറ്റ്. അത് ഇൻകം തന്നെയായിരിക്കും, പക്ഷെ അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ല, അത് അതർ ഇൻകം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ബിസിനസ് ഓപ്പറേഷൻസിലൂടെ എത്ര വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ്. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇപ്പോ ഇവർ എത്ര സമ്പാദിച്ചിരിക്കുന്ന 74 ആണ്. 74 എന്ന് പറഞ്ഞാൽ 74 ഇൻ ടേംസ് ഓഫ് 74 ക്രോഡ്സ്, 74 കോടി രൂപ അവര് ആ ഓപ്പറേഷൻസ് 799 കോടി രൂപ സെയിൽസ് നടത്തിയപ്പോ 74 കോടി രൂപ അവര് എന്ത് സമ്പാദിച്ചു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സമ്പാദിച്ചു. ഓൾമോസ്റ്റ് 10% അവർ ഒരു ക്വാർട്ടറിൽ സമ്പാദിച്ചിരിക്കുകയാണ് അവരുടെ ലാഭം, എല്ലാ ചിലവും പോയിട്ട്. അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അത് പെർസെന്റേജ് സെയിം തന്നെ, പെർസെന്റേജ് വൈസിൽ നോക്കുമ്പോൾ നോക്കൂ, അത് തന്നെ നോക്കൂ, 74 കോടി 799, അതായത് 800 കോടിക്ക് 74 കോടി, ഓൾമോസ്റ്റ് 9%. ഇവിടെ നോക്കൂ, 9% നിങ്ങളുടെ കാണാൻ കണ്ടോ. അപ്പൊ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ ഓരോ ക്വാർട്ടറിലും നോക്കൂ, കഴിഞ്ഞ സെപ്റ്റംബറിൽ നിന്നും 12% ഉണ്ടായിരുന്നത് ഇത്തവണ അത് 9% ആയിട്ട് കുറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ 10, 9, 9, 9 പോയിക്കൊണ്ടിരിക്കും. അടുത്തത് മനസ്സിലാക്കുക, അതർ ഇൻകം. ഞാൻ പറഞ്ഞു അതർ ഇൻകം എന്താണ്? അതർ ഇൻകം വേറെ രീതിയിലൊക്കെ പല രീതിയിലും ഇൻകംസ് വരാമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഇൻകംസ് എന്ന് പറയുന്നത് ഇത്തവണ അല്പം കൂടിയിട്ടുണ്ട്, കഴിഞ്ഞ തവണ കുറഞ്ഞു, വീണ്ടും അതിന് മുന്നത്തെ തവണ കുറച്ചുകൂടെ കൂടുതലായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് അതർ ഇൻകം. സിമ്പിൾ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിപ്രിസിയേഷൻ, ഇൻട്രസ്റ്റ് കൊടുത്തത്, ഇത്തവണ എത്ര ഇൻട്രസ്റ്റ് കൊടുത്തു, കഴിഞ്ഞ ക്വാർട്ടറിൽ എത്ര ഇൻട്രസ്റ്റ് പേ ചെയ്തു, ഇൻട്രസ്റ്റ്, ഇതെല്ലാം കോടി എന്നുള്ള ക്രോഡ്സിലാണ് നിങ്ങളിത് വായിച്ചെടുക്കേണ്ടത് കേട്ടോ. 18 എന്ന് പറഞ്ഞാൽ 18 ക്രോഡ്സ് എന്നാണ് വായിച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഇത്ര കൊടുത്തിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ എത്ര, അപ്പൊ കുറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്, അവരുടെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കുറയ്ക്കേണ്ടതാണ് ഈ ഡിപ്രിസിയേഷൻ. ഇതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കുറയ്ക്കുന്നതാണ്. അവർ എത്ര കുറച്ചു? 12 ക്രോഡ്സ് അവർ ഡിപ്രിസിയേഷൻ കുറച്ചിരിക്കുന്നു. ദെൻ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സ് കൊടുക്കുന്നതിന് മുന്നേ എത്ര പ്രോഫിറ്റ്? 57 ക്രോഡ്സ് പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാ? ടാക്സ് കൊടുത്ത എത്രയാ? 35% ടാക്സ് കൊടുത്തു. നെറ്റ് പ്രോഫിറ്റ് എത്രയാ? 37 ക്രോഡ്സ്. EPS ഓൾറെഡി ഈ പറയുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് അതിനെ പെർസെന്റേജ് വൈസിൽ കാണുന്നത് തന്നെയാണ് EPS. ഏർണിങ്സ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രോഫിറ്റ്. എത്ര പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഏർണിങ്സ്, സെയിം തന്നെയാണ്. അപ്പോൾ ഈ EPS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം പോയിട്ട് എല്ലാം കഴിഞ്ഞ് ടാക്സ്, ബിഫോർ ടാക്സ്, ആഫ്റ്റർ ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് എല്ലാം കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടിയ ലാഭത്തിനെ പെർസെന്റേജ് വൈസിൽ കൺവേർട്ട് ചെയ്തപ്പോൾ അത് 2.74% ക്വാർട്ടർലി. മനസ്സിലായോ? ഓക്കെ, ഇത്ര മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് എന്താ പറയുക, ഇനി ഒരുപാട് മെട്രിക്സും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഞാൻ ഇത്തവണ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, കാരണം പലർക്കും ക്വാർട്ടർലി ഏർണിങ്സ് Q2, Q1, Q3, Q4 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഓരോ ക്വാർട്ടറിലും ഏത് തരം റിസൾട്ട്, എന്തൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതും കൂടി, ക്വാർട്ടർലി റിസൾട്ട്സ് എന്നാൽ എന്ത്, ഏതൊക്കെ പീരീഡുകളാണ് ആ റിസൾട്ട് വരുന്നത്, അതിനോടൊപ്പം ആ ഓരോ ക്വാർട്ടറിലും നമുക്ക് മെയിനായിട്ട് നമുക്ക് വായിച്ചെടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കരുതുന്നു. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു കാശും ആർക്കും കൊടുക്കണ്ട. നിങ്ങളുടെ കുറച്ച് സമയം ജീവിതത്തിൽ വേസ്റ്റാക്കി കളയുന്ന ഷോർട്സ് കണ്ട് യൂട്യൂബിലും അതിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ ഒരു 10-ൽ1 അംശം നിങ്ങൾ ദിവസം കുറച്ച് നേരം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കൂ. ദയവ് ചെയ്ത് നിങ്ങളിത് എന്താ പറയുക, നിങ്ങൾക്കും നിങ്ങളുടെ അറിയുന്നവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കൂ. ഓക്കെ,
അതല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. എന്തായാലും ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വളരെ എന്താ പറയുക, ചിട്ടയോടുകൂടി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഭാവിയിലേക്ക് തീർച്ചയായിട്ടും ഒരു സൈഡ് എപ്പോഴും എന്താ പറയുക, നല്ല ഒരു എന്താ പറയുക, ഒരു 10 years 15 years റേഞ്ചിലേക്കൊക്കെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ, അത് ഫിക്സഡ് എന്നൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് റെഗുലറോ ഇറഗുലറോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. SIP ആയിട്ട് നടത്താം. അല്ലെങ്കിൽ റിട്ടയർഡ് പീപ്പിളൊക്കെ പലർക്കും പറ്റുന്ന, അവർ നേരെ കൊണ്ടുപോയി എവിടെയായിരുന്നു, ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതേ ബാങ്കിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ പോലും നല്ല റിട്ടേൺ നമുക്ക് ലഭിക്കും. നല്ല റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്താ പറയുക, നമുക്ക് റിസ്ക് കുറച്ചിട്ടുള്ള നല്ല സ്കീംസ് സെലക്ട് ചെയ്ത് എന്താ പറയുക, റിസ്ക് എല്ലാത്തിനും ഉണ്ടായിരിക്കും. അതിപ്പം നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും റിസ്ക് ഉണ്ട്, അതറിയോ? അതിനെപ്പറ്റി നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, എല്ലാറ്റിനും റിസ്ക് ഉണ്ട്. ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആണ്, ഇത് റിസ്ക് ഉണ്ട്. പക്ഷേ കഴിയുന്നത്ര സർട്ടിഫൈഡ് ആയിട്ടുള്ള, അംഗീകൃത, ഓത്തറൈസ്ഡ് ആയിട്ടുള്ള, സെബി അംഗീകൃതമായിട്ടുള്ള എന്താ പറയുക, ബാങ്കിങ് സെഗ്മെന്റിലാണെങ്കിലും എല്ലാറ്റിലും തന്നെ എന്തുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ ബന്ധപ്പെടുക. വാട്സാപ്പ് നമ്പർ ഇവിടെയുണ്ട്, 7200822228. അതിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.